ഹായ് ഫ്രണ്ട്സ്, ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 20, 40, 60 രൂപ വില വരുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാറ്റ്സ് ക്ലോ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലുണ്ടായതാണ് കേട്ടോ. ഒത്തിരി മുട്ടുകളുണ്ടായിട്ട് കുറച്ച് ഫ്ലവർ മാത്രമേ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. ഈ സൈഡിലേക്കൊക്കെ ഇനി വിരിയാനുണ്ട്. ഒത്തിരി മുട്ടുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. DTDC, പ്രൊഫഷണൽ, സ്പീഡ് പോസ്റ്റ് എന്നീ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൃത്യമായി എടുത്തു വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതേപോലെ വെർട്ടിക്കലായും കപ്പിലും നട്ടു വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് സിങ്കോണിയ. ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ 6 വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ്. ഒരു പ്ലാന്റിന് 20 രൂപയാണ് വില വരുന്നത്. കോട്ടൻ്റെ പല വെറൈറ്റികളുണ്ട്. അതിലെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഗാർഡനിൽ ബുഷായി വളർത്താൻ പറ്റിയ ഗ്രീൻ ബുഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. ഹാങ്ങിങ് ആയും അതേപോലെ തന്നെ ക്രീപ്പറായും വളർത്താൻ കഴിയുന്ന പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഫ്ലവറിംഗ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് ഇപ്പം നമ്മൾ 20 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഹാങ്ങിങ് ആയി ചെയ്ത് വെക്കാൻ പറ്റിയ പിങ്ക് ലേഡി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ബിഗോണിയയുടെ വിഭാഗത്തിൽപ്പെട്ട ഫിലോണിന ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഈ കാണുന്ന പ്ലാന്റാണ് വാട്ടർമെലൻ പെപ്പറോമിയ. മുത്തു പ്ലാന്റ്, റിപ്സാലിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഇത്. ഹാങ്ങിങ് പ്ലാന്റായ ഫിഷ് ബോൺ ക്യാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇനി കാണുന്ന 2 പ്ലാന്റും ഫേൺ വർഗ്ഗത്തിൽപ്പെടുന്ന പ്ലാന്റാണ്. ബട്ടൺ ഫേണും അതേപോലെ തന്നെ കേളി ഫേൺ എന്നറിയപ്പെടുന്ന പ്ലാന്റുമാണ്. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ ഫേൺസ്. ഇനി കാണുന്ന 6 വെറൈറ്റികളും മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ. ഇൻഡോറായും ഔട്ട്ഡോറായും ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. കൂടുതലായിട്ട് ഇൻഡോറായിട്ടാണ് ഇത് ചെയ്ത് വെക്കാറുള്ളത്. നമുക്ക് മണ്ണിലും അതേപോലെ തന്നെ പോട്ടിൽ, വാട്ടറിൽ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഹാങ്ങിങ് ആയി ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ക്രീപ്പറായും നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ കഴിയും. ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ ഹോയയുടെ 4 വെറൈറ്റികളും നമുക്ക് അവൈലബിൾ ആണ്. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്രീപ്പറായും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഹോയ. ചെടി നിറയെ സുഗന്ധത്തോടെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ. ആ പ്ലാന്റിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ലീഫിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഫ്ലവർ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ചെടി നിറയെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന സെമി ക്രീപ്പർ പ്ലാന്റായ ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെടി നിറയെ കുലകുലയായി ഫ്ലവർ ഉണ്ടാവുന്ന ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഹാങ്ങിങ് മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതേപോലെ അടിപൊളിയായിട്ട് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ക്യാറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഇത്. സലേഷ്യ, കോഴിപ്പൂവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതിൻ്റെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഇപ്പോൾ സെയിലിന് റെഡിയുള്ളത്. ഒരു സെമി ക്രീപ്പറായ ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിൽ ചെടി നിറയെ നല്ല സുഗന്ധത്തോടു കൂടി ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിലും നല്ല സുഗന്ധത്തോടു കൂടിയുള്ള ഫ്ലവർ ഉണ്ടാവാറുണ്ട്. വീടിൻ്റെ ഉൾവശം നമുക്ക് നല്ല മനോഹരമാക്കാൻ കഴിയുന്ന ചാമിഡോറ എന്നറിയപ്പെടുന്ന ഇൻഡോർ പ്ലാന്റാണിത്. ജെറേനിയം പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണിത്. ഒത്തിരി ഫ്ലവർ ഉണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റായ അമേരിക്കൻ ജസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. സെമി ക്രീപ്പർ പ്ലാന്റായ ബ്ലീഡി ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റാണിത്. ലോലിപോപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റാണ് ഇത്. ഇതുപോലെ ചെടി നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. പൂവുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെടി നിറയെ മഞ്ഞ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന മഞ്ഞ സുന്ദരിയായ കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. എഡിഷു എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ക്രീപ്പറായി ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇതേപോലെ ഫ്ലവർ താഴേക്ക് തൂങ്ങിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസിൻ്റെ ഷൂ പോലെയായിരിക്കും അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക.
ലേഡി ഷൂവിൻ്റെ യെല്ലോ വെരിക്കേറ്റഡ് പ്ലാന്റ് എന്നീ 2 പ്ലാന്റുകൾ സെയിലിന് റെഡിയാണ്. പൂവുണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നിറയെ ഇതേപോലെ ഒത്തിരി കോടിക്കണക്കിന് ഫ്ലവർ ഉണ്ടാകുന്ന മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ബോവർ വെരിക്കേറ്റഡ് എന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് വെരിക്കേറ്റഡ് ലീഫാണ്. ഫ്ലവർ ഇതേപോലെ കോളാമ്പി പൂ പോലെ ഉണ്ടാകുന്ന ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത്. ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂപ്പന്തൽ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. പ്ലാന്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ ആ ഫ്ലവർ പിന്നീട് ഇലയായി മാറുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ പ്ലാന്റിനുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയും പിന്നെ ആർച്ചായിട്ടൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഫേസർ ഐലൻഡ് എന്നറിയപ്പെടുന്ന അടിപൊളി ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. ഇതാണ് മഡഗാസ്കർ ജാസ്മിൻ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ പ്ലാന്റിനെ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയുന്നതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതേപോലെ വയലറ്റ് കളറിൽ ലീഫ് വരുന്ന പേഷ്യൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ലീഫി പ്ലാന്റാണ്. ഈ കാണുന്നത് ലെഡ്സ്റ്റൂമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല അടിപൊളി ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. ഇനി കാണുന്ന പ്ലാന്റ് പെട്രിയയുടെ ബ്ലൂവും വൈറ്റും അതേപോലെ തന്നെ കോഞ്ചി എന്നറിയപ്പെടുന്ന കോഞ്ചിൻ്റെ പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റുമാണ്. അപ്പം ഇത് മൂന്നും തന്നെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണ്. നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഒത്തിരി ഫ്ലവർ ചെടി നിറയെ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നിറയെ ഫ്ലവർ ഉണ്ടാവും. ആ ഫ്ലവർ ഒത്തിരി ദിവസം ഒത്തിരി മാസം ഈ ഫ്ലവർ ഇതേപോലെ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് പെട്രിയ. വീടിന് മുന്നിൽ കർട്ടൻ ഇട്ടതുപോലെ തൂങ്ങിക്കിടക്കുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കർട്ടൻ ക്രീപ്പർ. ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല. കാണുന്നത് മധുമാലതി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഡബിൾ പെറ്റൽ ഫ്ലവർ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന 60 പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് തന്നോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.